അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ അടിമാലി ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി തുടർ പരിപാലനമില്ലാതെ നശിക്കുന്നു. പരിപാലനമില്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണ്ണമായി നശിച്ചു. ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ സ്ഥാപിച്ച ലൈറ്റുകളുടെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ്. രാത്രികാലത്ത് അടിമാലി ടൗണിനെയാകെ പ്രകാശപൂരിതമാക്കാനും ടൗണിനെ കൂടുതൽ വൃത്തിയുള്ളതാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയത്. അഡ്വക്കേറ്റ് എ രാജ MLA ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായി വർഷങ്ങൾ പിന്നിട്ടതോടെ പദ്ധതിക്ക് വേണ്ടുന്ന തുടർ പരിപാലനം ലഭ്യമാക്കുന്നില്ലെന്നാണ് പരാതി. പരിപാലനമില്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണ്ണമായി നശിച്ചു. ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ സ്ഥാപിച്ച ലൈറ്റുകളുടെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ്. അടിമാലി ഗ്രാമപഞ്ചായത്ത് വളരെ വലിയ പ്രചാരണം കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് അടിമാലിയുടെ സൗന്ദര്യവൽക്കരണം. സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി അടിമാലിയിലെ റോഡുകളുടെ അരികിൽ കൂടിയെല്ലാം സ്ട്രീറ്റ് ലൈറ്റുകൾ പിടിപ്പിക്കുകയും ആ സ്ട്രീറ്റ് ലൈറ്റിനോടനുബന്ധിച്ച് പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് പൂച്ചട്ടികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് മനോഹരമാക്കാനുള്ള പദ്ധതിയായിരുന്നു അത്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് അതെല്ലാം ഇരുന്നു. പക്ഷേ പിന്നീട് അത് മറ്റ് ഗ്രാമപഞ്ചായത്തുകളെല്ലാം ചെയ്യാറുള്ളത് പോലെ ഇതും വളരെ മോശപ്പെട്ട രീതിയിൽ അതിന് പരിപാലനമില്ലാത്തതുകൊണ്ട് അതെല്ലാം നശിച്ചു പോയി. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതുപോലെ പഞ്ചായത്ത് പാഴായി പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അടിസ്ഥാനം നടത്തുന്ന പദ്ധതികൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ പഞ്ചായത്ത് അധികാരികൾ ജനപ്രതിനിധികളൊക്കെ തയ്യാറാകണം. ഇതുപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പരിപാലനത്തിനുള്ള ചുമതലയും അതിൻ്റെ സംവിധാനവും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ആ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷേ ഇത് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കും പ്രയോജനമില്ലാത്ത വെറുതെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന പദ്ധതിയായി മാറുന്നതാണ്. അതിൻ്റെ ഉദാഹരണമാണ് അടിമാലിയിൽ കാണുന്നത് എന്ന് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ടൗണിന്റെ വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും വിളക്കുകൾ സ്ഥാപിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള തൂണുകളിൽ അലങ്കാര ചെടികളും വേസ്റ്റ് ബോക്സും ഘടിപ്പിച്ചായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ 84ഓളം വഴിവിളക്കുകളും അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ വേസ്റ്റ് ബോക്സുകളുമാണ് സ്ഥാപിച്ചത്. സോളാർ എനർജിയിലൂടെയാണ് ലൈറ്റുകളുടെ പ്രവർത്തനം. രാത്രികാലത്ത് വൈദ്യുതി തടസ്സമുണ്ടായാലും ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ ഇത് സഹായിക്കും. ഈ പദ്ധതിയാണിപ്പോൾ തുടർ പരിപാലനത്തിന്റെ അഭാവം മൂലം നാശത്തിന്റെ വക്കിലെത്തിയിട്ടുള്ളത്. പദ്ധതി നാമാവശേഷമായാൽ വലിയ നഷ്ടം സംഭവിക്കുമെന്നതിനാൽ പദ്ധതിയുടെ തുടർ പരിപാലനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം.